വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ എ കെ ശശീന്ദ്രൻ, ഈ നിലമ്പൂർ DF ഓഫീസിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ആക്രമണമുണ്ടായി. അതിൽ PV അൻവർ MLA ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ PV അൻവർ MLAയുടെ വീട്ടിൽ വീട് വളഞ്ഞ് പോലീസ് സംഘം എത്തിയിരിക്കുന്നു. അറസ്റ്റിനുള്ള നീക്കം അവിടെ നടക്കുന്നു. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു ശ്രീ എ കെ ശശീന്ദ്രൻ? ഇന്ന് രാവിലെ നിലമ്പൂരിൽ വനംവകുപ്പിന്റെ ഓഫീസ് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമാണ്, നിയമാനുസൃത നടപടികളുടെ ഭാഗമാണ് ഒന്നാം പ്രതിയായി അത് ഒരു MLA ആയാലും അല്ലെങ്കിലും അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടി. ആ നടപടികൾ മറ്റെന്തെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുകയോ മറ്റെന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ ചെയ്യേണ്ടതില്ല. തികച്ചും സ്വാഭാവികമായ നിയമ നടപടിക്രമങ്ങളാണ്. ആ നടപടികൾ പൂർത്തിയാക്കാനും നിർവഹിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. ആ പോലീസ് അത് നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലുകളോ നിർദ്ദേശങ്ങളോ മുൻവിധികളോ ഇല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എ കെ ശശീന്ദ്രൻ, ഒരു കാര്യം കൂടി, അദ്ദേഹം അവിടെ നാട്ടിലെ MLA ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ. അപ്പോൾ ഈ രാത്രിയിൽ വീട് വളഞ്ഞ് ഇത്തരത്തിൽ വലിയ പോലീസ് സന്നാഹത്തോടെ വന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു അടിയന്തര സാഹചര്യം ഉണ്ടോ ശ്രീ എ കെ ശശീന്ദ്രൻ? അല്ല, അത് ഓരോ സ്ഥലത്തെ സാഹചര്യം വിലയിരുത്തുന്നത് അവിടുത്തെ പോലീസാണ്. അവർക്കത് ക്രമസമാധാന നില സംരക്ഷിച്ചു സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ അവർ എടുക്കുന്നു. അത് ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. അവിടെ അതാണ് വേണ്ടതെന്ന് അവിടെ കാരണം ഇതിൽ ആരും ഇടപെടുന്നില്ല, ബാഹ്യ ഇടപെടുന്നില്ല. അവിടെ അത്തരത്തിലുള്ള ഒരു മുൻകരുതലുകൾ ആവശ്യമാണ് എന്ന വിവരം അവർക്കുണ്ടായിരിക്കാം. അത് നമ്മളോട് പറയേണ്ട കാര്യമോ നമ്മളുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ പോലീസ് അവരുടെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നല്ലേ? സ്വാഭാവികവും തികച്ചും നിയമാനുസൃതമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. അത് അവരെ ആ കൃത്യനിർവഹണത്തിൽ നിന്നും അവരെ ആരും തടസ്സപ്പെടുത്തുകയില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി ശ്രീ എ കെ ശശീന്ദ്രൻ. വനമന്ത്രി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്. ബാഹ്യ ഇടപെടലില്ല, പോലീസ് അവരുടെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു.